ഷാങ് രാജവംശത്തിൻ്റെ BC 1600 മുതൽ 1040 വരെ നീണ്ട കാലഘട്ടം ചൈനയുടെ സുവർണ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും ഷാങ് എന്നറിയപ്പെടുന്ന ദൈവത്തെ ആരാധിച്ചിരുന്ന ആ കാലത്ത് നരബലികളും സർവ്വസാധാരണമായി നടത്തി വന്നിരുന്നു. BC 1046 ഷൗ രാജവംശം ഷാങ് രാജവംശത്തെ കീഴടക്കി ഒരു ദീർഘകാലം BC 256 വരെ ഭരിച്ചിരുന്നു. മാൻഡേറ്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ആജ്ഞ, ഇങ്ങനൊരു ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് ഷൗ രാജവംശം രംഗത്ത് വരുന്നത്. ചൈന ഭരിക്കാനുള്ള അവകാശം ഒരു ചക്രവർത്തിക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള അനുവാദത്തെ തുടർന്നാണ് എന്ന് അവർ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ഷാങ് രാജവംശത്തെ തങ്ങൾ അട്ടിമറിച്ച് അധികാരത്തിൽ ഏറിയതിനെ അവർ ന്യായീകരിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ നടത്തിയ അട്ടിമറിക്ക് ഒരു സ്വർഗീയ പരിവേഷം നൽകിയ ഷൗ രാജവംശത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് രാജവംശങ്ങളുടെ കുടുംബ തുടർച്ചയെ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഷൗ രാജവംശ കാലഘട്ടത്തിന്റെ രണ്ട് സുപ്രധാന താരങ്ങളായി കൺഫ്യൂഷ്യസും ലാവോസും അവതരിക്കുന്നു. കൺഫ്യൂഷ്യസിന്റെ ആശയങ്ങൾ കുടുംബ ബന്ധങ്ങൾക്കും ധാർമ്മികമായ ഭരണത്തിനും ഊന്നൽ നൽകി ശബ്ദമുയർത്തി നിന്നപ്പോൾ, ലാവോസിന്റെ ടാവോയിസം ലാളിത്യത്തോടെ ജീവിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനും ഒക്കെയുള്ള ഉപദേശങ്ങളുമാണ് നൽകുന്നത്. BC 222 വരെ നീണ്ട ഷൗ രാജവംശത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പിന്നീട് ചിൻ ഷി ഹുവാങ് ചിതറിനിന്ന 7 രാജ്യങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യമാക്കി മാറ്റി ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായി. ചിൻ രാജവംശത്തിന്റെ AD 1912 വരെ നീളുന്ന അതിദീർഘമായ ഭരണ കാലഘട്ടങ്ങളിൽ അളവുകളും തൂക്കങ്ങളും ഏകീകരിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നിരുന്നു. ചൈനയിലെ വൻമതിൽ നിർമ്മാണവും ആരംഭിക്കുന്നത് ആ കാലത്താണ്. ചിൻ രാജവംശത്തിന് ശേഷം ഹാൻ, സുയി, ടാങ്, സോങ്, യുവാങ്, മിങ് തുടങ്ങി ഒട്ടേറെ രാജാക്കന്മാർ മാറി മാറി ഭരിച്ച് AD 1644 ആയപ്പോഴേക്കും ചൈനയുടെ അവസാനത്തെ രാജവംശമായ ചിങ് രാജവംശത്തിന്റെ കയ്യിൽ ഭരണം എത്തിപ്പെടുന്നു.